സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയെ പറ്റി ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തു. എന്താണ്? എല്ലാവർക്കും അറിയാം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. വേടൻ്റെ വിഷയം. അതായത് വേടൻ്റെ വിഷയത്തിൽ വേടനെതിരെ, അതായത് വേടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വേടൻ്റെ പരിപാടികൾ കാണാൻ ആളില്ല. വേടൻ്റെ പരിപാടികൾക്ക് സീറ്റുകൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആളുകൾ ഇവനെപ്പോലെ ഒരു കഞ്ചാവോളി ഇനി പ്രോത്സാഹിപ്പിക്കണോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ആളുകൾക്ക് ബുദ്ധി വന്നിരിക്കുന്നു, ബോധോദയം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നൊരു ചാനൽ രംഗത്തേക്ക് വന്നു. ഇവർ പറയുന്നത്, ആളുകൾ പറയുന്നത് ഇവനെപ്പോലെ ഒരു കഞ്ചാവോളി, ഒരു ആഭാസനെയും ഒക്കെ ഇനിയും നമ്മൾ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവർ പറഞ്ഞത്. അത് ഏതാണ് ജനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ്. അതായത് ഈ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ ഇരിക്കുന്ന ആളുകളും അതിൽ അവതാരികയും അവതാരികയുടെ കൂടെയുള്ള കുറച്ച് അപരാധങ്ങൾ വന്നിരുന്ന് പറയുന്ന ആളുകളുമൊക്കെയാണ്. അപ്പോൾ അവർ സ്വയമേ പറയുകയാണ് വേടൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞ്, ഇനി വേടനില്ല, വേടനിസം അവസാനിച്ചു, വേടൻ്റെ പരിപാടികൾ കാണാൻ ആളില്ല, സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൂടി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിൽ കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത്, കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂടെ പരിപാടിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചാണ്. ഇവർ എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു വന്നിട്ട് പരിപാടി കാണാൻ ആളില്ല, ആരുമില്ല എന്ന് പറഞ്ഞു വന്നിട്ട് ആളുകളെല്ലാം കൂടി പിടിച്ച് എയറിലാക്കുമെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് കളം മാറ്റി പിടിച്ച് ഇവർ പറഞ്ഞത് ആളുകൾ കാണാനായിട്ട്, അല്ലെ പരിപാടി കാണാനായിട്ട് ആളുകൾ ഉദ്ദേശിച്ചത്ര ആളുകൾ എത്തിയില്ല. എത്ര ജനങ്ങളെയാണ് ഇവർ ഉദ്ദേശിച്ചത്? 3.5 കോടി ജനങ്ങളെയാണോ? 3.5 കോടി ജനങ്ങൾ എന്തായാലും അവിടെ വരില്ലല്ലോ. ആളുകൾ വേടൻ്റെ പരിപാടികൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാ ആൾക്കൂട്ടമാണ്. എത്രത്തോളം ആൾ വരും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടതുമാണ്. അതായത് കേരളത്തിലുള്ള ഏതൊരു കലാകാരനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇതേപോലെ ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. അതിനപ്പുറത്തേക്ക് വേറെ ആര് വന്നാലും ഇത്രയും വലിയൊരു ഓളം ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഇനി മമ്മൂട്ടി, മോഹൻലാൽ ആര് വന്നാലും ഈ ഒരു ഓളം അവിടെ ഉണ്ടാവില്ല. കാരണം വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഇമേജാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അയാൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുള്ള ജനങ്ങളാണ് 2000 രൂപയെങ്കിൽ 2000 രൂപ കൊടുത്തിട്ട് വേടൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ആ തിക്കിലും തിരക്കിലും കയറി നിൽക്കുന്നത്. അപ്പോൾ വെഞ്ഞാറമ്മൂട് പരിപാടി കാണാനായിട്ട് ആളുകൾ കുറവായിരുന്നു. ആ ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം ഇതുപോലുള്ള ആഭാസനെ അംഗീകരിക്കാൻ താല്പര്യമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണെന്ന് പറഞ്ഞു വരുത്തിയപ്പോൾ ഇവർ വിചാരിച്ചില്ല ആ ഒരു വേടൻ്റെ പരിപാടി, അല്ലെങ്കിൽ വേടൻ്റെ അടുത്ത സ്ഥലങ്ങളിലുള്ള പരിപാടികൾ ഇതിനേക്കാൾ കളറായിരിക്കുമെന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വേടൻ്റെ ഒരു പരിപാടി നടന്നു. ആ പരിപാടിയുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്, ന്യൂസൊക്കെ കണ്ടതാണ്, അവിടെ ഉണ്ടായ സംഭവങ്ങളെയൊക്കെ പറ്റി. അത് നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനലിലെ അവതാരികയും അവതാരികയുടെ കൂടിയിരിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നത് ഇതേ വേടൻ്റെ പരിപാടികൾ കാണാൻ ആളില്ല എന്നാണ്, അല്ലെങ്കിൽ വേടൻ്റെ പരിപാടികൾ അവസാനിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ചേച്ചിമാരെ, നിങ്ങൾ ഈ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. കണ്ടില്ലേ വേടന വേദിയിലേക്ക് ഓടി വരുന്ന കണ്ടില്ലേ? ആ വേദിയിലേക്ക് വേടൻ ഓടി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആരവം നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാം വേറെ ആരെ കാണാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ വേടനെ കാണാൻ വേണ്ടി തന്നെയാണ്. ആ വേടനെ ആരാധിക്കുന്ന, വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും വേടൻ്റെ നിലപാടുകളും എന്താണെന്ന് മനസ്സിലായിട്ടുള്ള കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളാണ് അവിടെ ആ പരിപാടി കാണാൻ പോയിരിക്കുന്നത്. അത് വേടനെ വിമർശിക്കാനല്ല, വേടൻ എന്ന് പറയുന്നൊരു കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെയും നിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഒക്കെ ശബ്ദമായിട്ടുള്ള വേടൻ എന്ന് പറയുന്നൊരു മഹത്തായ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു മഹത് വ്യക്തിയെ, അത് കാണാനും വേണ്ടിയിട്ടാണ് പല ആളുകളും അവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വേടനിസം അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ആദ്യത്തെ ഒരു അടിയാണ് ഈ ഒരു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജാതി കോമരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുരു പൊട്ടാൻ പോകുന്നൊരു വീഡിയോ ആണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വേടൻ വന്നപ്പോഴും ഇതേ പയ്യൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. ഒരു വയ്യാത്ത ഒരു കുഞ്ഞ്, ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് വേടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ, ആ പാട്ടുകളിലെ മാന്ത്രികത അനുഭവിക്കുമ്പോൾ മാത്രം അത് പ്രത്യേക രീതിയിൽ അത് പ്രതികരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് അതിന് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരു കുഞ്ഞാണ്. ആ കുഞ്ഞ് വേടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ കുഞ്ഞ് മതിമറന്ന് അതിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു. ആ കുഞ്ഞിൻ്റെ വൈകാരിക പോലും മറന്ന് വേടൻ്റെ പാട്ട് ആസ്വദിച്ചിരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞ് തന്നെയാണെന്ന് തോന്നുന്നു സമാനമായിട്ടുള്ള പല സ്റ്റേജുകളിൽ ആ കുഞ്ഞ് വന്നു. ഇപ്പോൾ അത് ആ കാസർഗോഡുള്ള പരിപാടിയിലും അതേ കുഞ്ഞ് തന്നെയാണ് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തുകൊണ്ട് വേടനെ എല്ലാവരും ഇത്രയധികം സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് വേടൻ ഇത്രയധികം മാർക്കറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഒന്ന് കണ്ടു നോക്കാം. എത്ര ആനയുണ്ട്?
നോക്കണേ, ശ്രദ്ധിക്കണേ. ഡാൻസ് കളിക്കാല്ലേ? ഡാൻസ് കളിക്കാം. കുടുംബത്തിൽ ഡാൻസ് കളിക്കാല്ലോ നമുക്ക്. കളിക്കാം. പോവാ ഹേമന്റെ ചെക്കൻ ഡാൻസ് കളിക്കാം. കണ്ടില്ലേ, ആ ഒരു കുഞ്ഞിനെ വേടൻ്റെ അടുത്തേക്ക് ആ കുഞ്ഞ് ഓടിയെത്തുന്നത് എന്ത് സന്തോഷത്തോടു കൂടിയാണ്. അവന് മറ്റുള്ള വിഷയങ്ങളൊന്നും അറിയില്ല. പെണ്ണ് വിഷയം, കഞ്ചാവ്, അവന് ജാതി അറിയില്ല, മതം അറിയില്ല, നിറം അറിയില്ല, ഒന്നും അറിയില്ല. അവൻ ആകെ അറിയാവുന്നത് ദൈവതുല്യനായിട്ട് കാണുന്ന വേടൻ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കാണുമ്പോൾ ആ കുഞ്ഞിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം ആ കുഞ്ഞിൻ്റെ ആ ഒരു നടപ്പിലും ആ കുഞ്ഞിൻ്റെ ഒരു ബിഹേവിയറിലുമെല്ലാം നമുക്ക് പ്രകടമാണ്. ആ കുഞ്ഞിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും അവൻ്റെ മനസ്സിൽ വേടനോടുള്ളൊരു സ്നേഹം അത് ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നൊരു കാഴ്ച നമ്മളിവിടെ കാണുന്നത്. അവൻ ഓടി വേടൻ്റെ അടുത്തേക്ക് വരുന്നു, വേടൻ്റെ പാട്ടുകൾക്കൊപ്പം ചുവട് വെക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു കുഞ്ഞ് അത് റിക്കവർ ആയത് തന്നെ വേടൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടാണെന്നാണ് ഞാൻ ആ നേരത്തെ ഈ വേടനെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഈ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള അറിയാവുന്ന ആളുകൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്. ആ കുഞ്ഞിന് ഒന്നും അധികം ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തൊരു കുഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ വേടൻ്റെ പാട്ടുകൾ കേട്ടപ്പോൾ അവൻ അതെല്ലാം ആസ്വദിച്ചു തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ആ കുഞ്ഞിൻ്റെ ഒരു ബിഹേവിയർ അല്ല, ആ കുഞ്ഞിൻ്റെ വരവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത്. ആ വേടൻ്റെ പാട്ടുകൾ കേൾക്കാനും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടുത്തറിയാൻ വേണ്ടിയിട്ടും ആ കുഞ്ഞ് വീണ്ടും അടുത്ത വേദിയിലേക്കും എത്തി. അതൊക്കെ കാണുമ്പോഴാണ് ജാതി കോമരങ്ങൾക്കും ജാതി എന്ന് പറയുന്ന സാധനം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന തമ്പ്രാന്മാർക്കും ഉന്നത കുല ജാതന്മാരെന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന നാഹിൻ്റെ മക്കൾക്കുമൊക്കെ കുരു പൊട്ടുന്നത്. ഈ എത്ര കുരു പൊട്ടിയിട്ടും കാര്യമൊന്നുമില്ല. വേടൻ്റെ പരിപാടികൾ തകർത്താടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേടൻ്റെ പരിപാടികൾ അവസാനിച്ചിനി വേടൻ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് PR ടീമിനെ ഇറക്കി പരിപാടികൾ ചെയ്യുമ്പോഴും ഇവർ മനസ്സിലാക്കിയില്ല വേടൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ വേടൻ്റെ പരിപാടി കാസർഗോഡ് അടിച്ച് പൊളിച്ച് തകർത്ത് ആടിയ പരിപാടിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സൈഡിൽ അറിയാൻ പറ്റും, നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ആ പരിപാടിയിൽ പിന്നീടുണ്ടായത് കുറേ സംഘർഷങ്ങളാണ്. അതായത് ആ പരിപാടിയിൽ ആളുകൾ തിങ്ങിക്കൂടുന്നു, വേടന് പരിപാടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. വേടൻ പറയുന്നുണ്ട്, ചത്താലും ഞാനിവിടെ പാട്ട് പാടിയിട്ടേ പോവുള്ളൂ. അതായത് അപകടകരമായ രീതിയിൽ ഇരിക്കുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് താഴെ ഇറങ്ങി മര്യാദയ്ക്ക് ഒരിടത്ത് ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് പാടാൻ സാധിക്കുള്ളൂ എന്ന് വേടൻ പറയുന്നുണ്ട്. അതിനുശേഷം വേടൻ്റെ ഒരു പരിപാടി അത് വീണ്ടും പരിപാടി തുടർന്നു. അതിൽ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളടക്കം പല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. റെയിൽവേ ട്രാക്കിൽ കൂടി നടന്നു വന്ന് ട്രെയിൻ തട്ടി ഒരാൾ മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നടന്നതെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമ്മേനെ അവിടെ നിന്ന് മാറ്റി, അമ്മേനെ അവിടെ നിന്ന് മാറ്റി, അമ്മേനെ പുറത്തേക്ക് വിട്. ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റും മക്കളെ, പ്ലീസ് റാ. നമ്മൾ സമാധാനമായിട്ട് പാട്ടൊക്കെ പാടി പോണ്ടേ, പ്ലീസ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ? അമ്മേനെ അവിടെ നിന്ന് മാറ്റി, അമ്മേനെ അവിടെ നിന്ന് മാറ്റ്, അമ്മേനെ സ്ത്രീകളെയും അവിടെ നിന്ന് മാറ്റ്. നിക്ക് 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 നിക്ക്, ബേജാറാവില്ല. ആരെ വീണാക്കണേ? അമ്മേനെ അവിടെ നിന്ന് മാറ്റിയേ, അമ്മേനെ അവിടെ നിന്ന് മാറ്റി, അമ്മേനെ പുറത്തേക്ക് വിട്. അമ്മ കാരണം ആ അമ്മേനെ അവിടെ നിന്ന് മാറ്റ്. അമ്മ എന്തിനാ തിക്കും തിരക്കിന്റെ ഇടയിലേ വന്നിക്കണേ? ഇവിടെ നിന്നോളൂ അമ്മ. ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ പോവരുത്, ആ തിക്കിന്റെ ഇടയിൽ പോവരുത്. റഷ് ആവരുത് കേട്ടാ മക്കളെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റും മക്കളെ, പ്ലീസ് റാ. നമ്മൾ സമാധാനമായിട്ട് പാട്ടൊക്കെ പാടി പോണ്ടേ, പ്ലീസ്. അമ്മ എന്ത് പറ്റി? കണ്ടില്ലേ വേടൻ പറയുന്നത്, ആ അമ്മ അവിടുന്ന് മാറ്റാം. അമ്മ എന്തിനാണ് ആ തിരക്കിൽ നിൽക്കുന്നത്? ആ തിക്കിലും തിരക്കിലും നിന്ന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ആ സ്ത്രീകളെയൊക്കെ അവിടുന്ന് മാറ്റാന്നാണ് വേടൻ പറയുന്നത്. അവിടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടിയത് ലക്ഷങ്ങളാണ്, ജനലക്ഷങ്ങളായിരുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ പോലീസുകാർക്ക് പോലും സാധിച്ചില്ല. നമുക്കറിയാം വേടൻ്റെ എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവിടെ എല്ലാം വലിയൊരു തിക്കും തിരക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇതില്ല എന്നാണ് ഇന്നലെ ചേച്ചിമാർ പറഞ്ഞത്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം വേടൻ അവസാനിച്ചു എന്ന് പറയുന്ന, വേടൻ്റെ യുഗം അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇവരൊക്കെ ജാതി കോമരങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ ഉന്നത കുലജാതന്മാരുടെ പൃഷ്ഠം താങ്ങി നടക്കുന്നതാണ് പ്രിയം. അപ്പൊ അതുകൊണ്ട് തന്നെയും എന്തൊക്കെ കണ്ടാലും കണ്ടില്ലെന്ന് അടിച്ചേ ഇരിക്കുള്ളൂ. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾ എന്നും വേടനെ സ്നേഹിക്കും, വേടനെ അംഗീകരിക്കും.
അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വേടൻ്റെ പരിപാടിയിൽ നിരവധി ആളുകൾക്ക് തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടാവുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പലരും പറയാൻ പോകുന്നത് വേടൻ്റെ പരിപാടികൾ വെക്കാൻ പാടില്ല, വേടൻ എവിടെ പോയാലും പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി പരിപാടികൾ വെക്കാൻ പാടില്ല, ഇത് അവസാനിപ്പിക്കണമെന്ന് പറയാനായിരിക്കും ഇനി അടുത്ത പ്ലാൻ. എന്നാലും അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. വേടൻ്റെ പരിപാടികൾ കാണാൻ ഒരുപാട് ആളുകൾ എവിടെ പോയാലും കൂടും. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെയും അതേപോലെ തന്നെ സംഘാടകരുടെയും ഒക്കെ ഉത്തരവാദിത്തം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വേടൻ്റെ പരിപാടികൾ എവിടെ വെച്ചാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ആളുകളൊന്ന് ചിന്തിക്കുക, എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതെന്തുകൊണ്ട് അതിന് ക്രമീകരണങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുന്നില്ല എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ ആ പരിപാടി അതിവിജയമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. അവിടെ ഉണ്ടായ ആളുകളൊക്കെ ഏകദേശമൊക്കെ ഓക്കെ വരുന്നുണ്ട്. മണ്ടത്തരങ്ങൾ കാണിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അമിതമായിട്ടുള്ള ആരാധനയും പ്രശ്നമാണ്, ആരാധന ഒരു പരിധിയിൽ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, ആരാധന തലയ്ക്ക് മൂത്ത് ഭ്രാന്ത് പിടിച്ചാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഇത് കാണുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കിയതിന് ശേഷം വേടൻ വീണ്ടും തകർത്ത് വാരുന്നുണ്ട്. അതിലൊരു വീഡിയോ ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം. മച്ചനെ മറക്കല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ, തരുന്ന മരണം വരമല്ലേ, തളരും ഇരുമ്പ് കരമല്ലേ, പുയല് തൊട മരമല്ലേ, പോരിൻ ഗുണമല്ലേ, പിടിച്ച അടിച്ച നിനച്ച നീ നിനച്ചത മുടിട, ഒരിക്കലും മുന്നം പിഴയ്ക്കാതെ ഗടി. കണ്ടില്ലേ, ചെറുക്കൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് അവിടെ കാണുന്നത്. ആ വേടൻ്റെ ഓരോ വരികളും ഇത് വെറും ഒരു കവിതയാണല്ലേ, വെറും ഒരു സൃഷ്ടിയാണെന്ന് വിചാരിച്ചു പോകുന്ന ആളുകൾക്ക് വേടനിസം അവസാനിച്ചു എന്ന് തോന്നാം. എന്നാൽ ആ ഓരോ വരികളിൽ കൂടിയും ആരെ പറ്റിയാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേടനിസം അവസാനിച്ചില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അത് വേടൻ വീണ്ടും തുടരുകയാണ്. ഈ നാട്ടിൽ നിലനിൽക്കുന്ന അടിച്ചമർത്തലുകളും അസമത്വങ്ങൾക്കെതിരെയുമൊക്കെ ശബ്ദം ഉയർത്തുകയാണ്. അതിനുവേണ്ടി കണ്ടുപിടിച്ചൊരു മാർഗം മാത്രമാണ് റാപ്പ് അല്ലെങ്കിൽ മറ്റൊരു മാർഗം അയാൾ കണ്ടുപിടിക്കും. അയാൾക്ക് വേണമെങ്കിൽ ലൈവിൽ വന്നിട്ട് വേണമെങ്കിൽ പറയാം, അത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം റാപ്പ് എന്ന് പറയുന്നൊരു കലാരൂപവുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം സ്വീകാര്യത കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും കേരളം മുഴുവനും ഓടി നടന്ന് പാടാം. ആ പാടുന്നതിൽ കൂടി അവിടെ നിലനിൽക്കുന്ന ഇതിപ്പം ഒരിടത്ത് മാത്രമല്ലല്ലോ ഈ ജാതിയുടെ പേരിൽ അടിച്ചമർത്തലുകൾ ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ, അവിടെ എറണാകുളം, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം അങ്ങനെ കിടക്കുകയല്ലേ ജില്ലകൾ തോറും. അപ്പോൾ എല്ലായിടത്തും വേടൻ പോയി പാടുമ്പോൾ അവിടെയുള്ള ജാതി കോമരങ്ങൾക്ക് നല്ലപോലെ പൊട്ടും. അപ്പോൾ അവിടെ ആ നാട്ടിൽ നിന്ന് നിശബ്ദരായിട്ട് അടിച്ചമർത്തലുകൾ ഏൽക്കപ്പെടുന്ന അല്ലെ അടിച്ചമർത്തലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ കാണും. അവർക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം കൂടിയാണ് വേടൻ്റെ ഓരോ പാട്ടും വേടൻ്റെ ഓരോ ശബ്ദവും. ആ രീതിയിൽ കാണുന്ന ആളുകൾ എന്തായാലും വേടനെ എന്നും അംഗീകരിക്കും. ആ അങ്ങനെ കാണുന്ന ആളുകൾ ഒരിക്കലും വേടനിസം അവസാനിച്ചു എന്ന് പറയാൻ ശ്രമിക്കത്തുമില്ല. കാരണം വേടൻ ശബ്ദം പകർന്നു നൽകുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഇരുട്ടെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലേ, കുറ്റാക്കൊരു ഇരുട്ടായിരിക്കും. എന്നാൽ അതിലേക്ക് ഒരിത്തിരി തീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ അവിടെ പ്രകാശപൂരിതമാവും, അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള പ്രകാശമാവും. ആ പ്രകാശം അടുത്തൊരാൾ കൂടി പകർന്നു നൽകുമ്പോൾ എന്താണ് ഉണ്ടാവുക, അടുത്ത സ്ഥലങ്ങളിലേക്കും വീണ്ടും പ്രകാശം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തീയാണ്. ആ തീ പടർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ പടർന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിശബ്ദരാക്കപ്പെട്ട ജനങ്ങൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിച്ചമർത്തലുകൾക്ക് ഇരയാക്കപ്പെട്ട വ്യക്തികൾക്കുമൊക്കെയാണ് പ്രയോജനം ചെയ്തിട്ടുള്ളത്. അല്ലാതെ പണച്ചാക്കിന് മുകളിൽ കിടന്നുറങ്ങുന്ന, പണച്ചാക്കിന് മുകളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കൊന്നുമല്ല, അല്ലെങ്കിൽ പണച്ചാക്കുകൾക്കല്ല ഗുണമുണ്ടാവുന്നത്. ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിൽ അങ്ങനെയൊക്കെയുള്ള ഇടത്താണ് വേടൻ്റെ ശബ്ദം ഉയരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ റിലവൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ്, അല്ല അങ്ങനെ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വേടനെ അംഗീകരിക്കുന്നത്. ഇനിയും വേടൻ്റെ യുഗം, അല്ലെ വേടൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ കല, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി തകർത്ത് വാരി ഇനിയും അടിച്ചു പൊളിച്ച് പോകുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.